ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ബിറ്റ് കോയിൻ്റെ കറൻ്റ്ലി ഉള്ള മൂവ്മെൻറ്റ്സിനെ പറ്റിയും അതിൻ്റെ അപ്ഡേറ്റ്സ് നോക്കാം. ഓൾറെഡി നമ്മൾ ഡിസ്കോഡ് ചാനലിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ബിറ്റ് കോയിനിൽ അല്ലെങ്കിൽ ക്രിപ്റ്റോ ഒരു കറക്ഷൻ എടുക്കുമെന്നും താഴേക്ക് ഒരു സപ്പോർട്ട് ലെവൽ പോകുന്നു. മെയിനായിട്ട് ഈ തീരത്തിലായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു ലെവൽ വരെയൊക്കെ പോയി സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനുള്ള റീസൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രംപ് എന്ന് പറയുന്ന ആൾ പ്രോ ക്രിപ്റ്റോ ആണ്. അതുകൊണ്ട് തന്നെ ട്രംപിനെ വെച്ചിട്ടായിരുന്നു, അതായത് ട്രംപിൻ്റെ ഇലക്ഷൻ ടൈം, ആ ഒരു ഇലക്ഷൻ വിൻ ചെയ്ത ആ ഒരു ടൈമിലായിരുന്നു ക്രിപ്റ്റോയിൽ നല്ല മൂവ് ഉണ്ടായിരുന്നത്, ബുള്ളിഷ് റണ്ണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ മെല്ലെ മാർക്കറ്റ് ആ ബുള്ളിഷ് റണ്ണ് എടുത്തു, കറക്ഷൻ എടുത്തു. ഇപ്പം ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു കറക്ഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പം ഇനിയുള്ളത് ഈ 20th ട്രംപ് ഒഫീഷ്യലി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിനേക്ക് മാർക്കറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുക തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ നമുക്ക് നല്ലൊരു വോൾട്ടൈലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കറക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ഓൾറെഡി ഇത്രയും റണ്ണ് നടത്തിയതാണ് ബിറ്റ് കോയിൻ കാര്യങ്ങളൊക്കെ. അപ്പം അവിടെ നിന്ന് പ്രോഫിറ്റ് എന്തായാലും വലിയ പ്ലേയേഴ്സിനെ ബുക്ക് ചെയ്യണം. അപ്പം ട്രംപ് എന്ന് പറയുന്ന ആൾ ഓൾറെഡി പ്രോ ക്രിപ്റ്റോ ആയതുകൊണ്ട് തന്നെ ഇനി അതൊരു 20th ശേഷം മേ ബി പ്രൈസ് ഹയർ ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സേഫർ സൈഡിൽ എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വെക്കും. അതായത് ലിക്വിഡേറ്റ് ചെയ്യുകയും ചെയ്യും റീറ്റെയിൽ ട്രേഡേഴ്സിന്. അപ്പോൾ കാരണം മാർക്കറ്റിന് ലിക്വിഡിറ്റി വേണം. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മാർക്കറ്റിന് ലിക്വിഡിറ്റി വേണം. അപ്പം ആ ലിക്വിഡേഷൻ കഴിഞ്ഞ് അതിന് ശേഷം ഇനി നെക്സ്റ്റ് ഒരു മൂവിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കാൻ ഈ ഒരു സിറ്റുവേഷനിലെന്ന് പറയുന്നത്. ഓക്കെ, സോ 90% ആ മൂവ് ഉണ്ടാവാം. പക്ഷേ ഈ മാർക്കറ്റിൽ ഈ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞല്ലോ, അത് ഒരിക്കലും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല. കാരണം മേ ബി ആ മൂവൊക്കെ ഓൾറെഡി എടുത്തു കഴിഞ്ഞ് ഇനി ആ ഒരു ടൈമിലേക്ക് ബയേഴ്സിനെ ട്രാപ്പ് ചെയ്ത് മാർക്കറ്റ് ഡംപ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. കാരണം ക്രിപ്റ്റോ മാർക്കറ്റ് അങ്ങനെയാണ്, പ്രഡിക്റ്റബിൾ അല്ല. അപ്പോൾ അതിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിഞ്ഞ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ടൈമിലും എന്താ പറയുക, മാർക്കറ്റ് കയറി തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നത്തെ പ്രാവശ്യമൊക്കെ മാർക്കറ്റ് ക്രിപ്റ്റോ മാർക്കറ്റിൽ നല്ല ബുൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല ബുൾ ഇല്ലെങ്കിലും അത്യാവശ്യം ബുൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, 4 years ബാക്ക് ആയിരുന്നു അതുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ അത്യാവശ്യം നല്ല മൂവ് കാര്യങ്ങൾ ക്രിപ്റ്റോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയായിരിക്കും മാക്സിമം ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈ വീക്ക് ഹാൻഡ്സിനെ എന്ത് ചെയ്യുക, മാർക്കറ്റിൽ നിന്ന് ഔട്ടാക്കുക എന്നുള്ളൊരു ഇതുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ ക്രിപ്റ്റോയിൽ ഇത്രയും ഡംപ് കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഓൾറെഡി ബൈ ചെയ്ത് ലെവറേജിൽ ബൈ ചെയ്ത ആൾക്കാരൊക്കെ ലിക്വിഡേറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഹൈ ലിക്വിഡിറ്റി മാർക്കറ്റിൽ ഗ്രാബ് ചെയ്ത് വന്നിട്ടുണ്ടാവും. പിന്നെ ഹൈ പോയിന്റിൽ നിന്ന് സെല്ല് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലെയേഴ്സും ഉണ്ടാവും. അപ്പോൾ അവർ സെല്ല് ചെയ്ത് കഴിഞ്ഞ് അവരുടെ കയ്യിൽ പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റ് വന്ന ടൈമിൽ ഓൾറെഡി പറഞ്ഞതുപോലെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായി മാർക്കറ്റ് വീണ്ടും താഴേക്ക് ഡ്രോപ്പായി ഓൾമോസ്റ്റ് 89,000 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിശദമായി നമ്മുടെ ഡിസ്കോഡ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മാർക്കറ്റ് 85 റേഞ്ചിലേക്ക് പോകാനുള്ള ചാൻസ് ഹൈ ആണെന്നുള്ളത്. 87 എത്തിയില്ല, ഇപ്പോൾ 89 പോയിന്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതേറത്തിൻ്റെ കേസിൽ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3,000 വരെ എത്താനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മളൊരു ഗ്രാഫ് കാര്യങ്ങളൊക്കെ ഒരു ഇൻവേർട്ടഡ് ഹെഡ് ഷോൾഡറിൻ്റെ ഫോർമേഷൻ സെക്കൻഡ് ഷോൾഡർ ഫോം ചെയ്യുന്ന ഒരു ടൈമിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഇവിടുന്ന് ഡംപ് ചെയ്യാം. ഈ 3,000 റേഞ്ച് വരെ പോയിട്ട് അവിടെ ഈ പറയുന്നത് പോലെ സെക്കൻഡ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും അവിടെ സപ്പോർട്ട് എടുത്ത് മേലേക്ക് പോകാനുള്ള ചാൻസ് കാര്യങ്ങളുണ്ടെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളത് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്കോഡ് ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ജോയിൻ ചെയ്യുക. കാരണം ഫ്രീ ആണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് കുറേ പഠിക്കാനുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളും PDF ആവട്ടെ, ബുക്സ് ആവട്ടെ, പിന്നെ വീഡിയോസ് ആവട്ടെ, സെറ്റപ്സ് ആവട്ടെ, അങ്ങനെ പല കാര്യങ്ങളും പല സെക്ഷൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ക്രിപ്റ്റോയിലും ട്രേഡ് ചെയ്യുന്നവർക്കും അതേപോലെ ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കും യൂസ്ഫുൾ ആവും. ഞാൻ എടുക്കുന്ന ട്രേഡ് കാര്യങ്ങളൊക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രോഫിറ്റബിൾ ആണ് അതിൽ. പ്രീവിയസ് ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ. ഓക്കെ, സോ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. സോ നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ഇനി മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന മൂവ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കോഡിൽ ഡിസ്കസ് ചെയ്ത കാര്യം നോക്കാം. സോ ഇതാണ് നമ്മുടെ ഡിസ്കോഡ് ചാനൽ. ഇന്ന് എടുത്ത ട്രേഡ് കാര്യങ്ങളാണ്. ഗോൾഡിൽ ഒരു ചെറിയൊരു സ്കാൽപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ AUD JPY, CAD JPY, അങ്ങനെ കുറേ എൻട്രീസ് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ തന്നെ നല്ല എൻട്രി എടുത്ത ഇതുണ്ടായിരുന്നു. ഇപ്പോൾ AUD JPY കാര്യങ്ങളൊക്കെ റിട്ടേൺ അടിച്ചു. അതോടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്തിട്ട് സേഫ് ആകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ്. പിന്നെ
ഇതിൽ നമ്മൾ ക്രിപ്റ്റോയിൽ നോക്കുകയാണെങ്കിൽ ക്രിപ്റ്റോ കറൻസിൻ്റെ ഇതിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇതിൽ ഓൾറെഡി ഇത് ഓഡിയോസ് കാര്യങ്ങളുണ്ട്. ഇത് ഓൾറെഡി ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത കാര്യങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നേ ഈ ഒരു ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സപ്പോർട്ട് സോണ് ഇത് സൂം ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇവിടെ സപ്പോർട്ട് സോൺ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് 3237 250 ഉള്ള ഒരു ടൈമിലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ. ഇപ്പോൾ ഒരു സപ്പോർട്ട് സോണായിട്ട് ഇവിടെ ആക്ട് ചെയ്യാം. കാരണം ഇതാണ് മുന്നേയും ഇവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു സപ്പോർട്ട് സോണാണ്. 3000 എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ലെവൽ കൂടിയാണ്, റൗണ്ട് ഫിഗർ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ ഒരു സപ്പോർട്ട് സോണാണ്. ഇവിടെ ഞാൻ ഡ്രോ ചെയ്ത് എക്സാക്ട്ലി 800 to 3000 ലെവലാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് സോണിലാണ് പ്രൈസ് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ചാർട്ട് നോക്കാം. സോ ഇദ്ദേഹത്തിൻ്റെ ചാർട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ഞാൻ ഡ്രോ ചെയ്ത ഒരു സപ്പോർട്ട് സോണിലാണ് ഇപ്പോൾ സപ്പോർട്ട് എടുത്ത് പ്രൈസ് മുകളിലേക്ക് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് ഹിറ്റ് ചെയ്ത് ഈ റേഞ്ചിലേക്ക് പോകുന്ന നിർബന്ധമില്ല. അപ്പോൾ ഇനിയുള്ളൊരു മൂവ്സ് കാര്യങ്ങൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പ്രാവശ്യം കൂടെ പ്രൈസ് ഈ സോണിലേക്ക് വരാനുള്ള ചാൻസ് ആയാണ്. മേ ബി ഇവിടെ എടുത്ത ഈ ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം ഫസ്റ്റ് ഇൻസ്റ്റൻറ്റിൽ തന്നെ മാർക്കറ്റ് കംപ്ലീറ്റ്ലി പുള്ള് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ സപ്പോർട്ട് എടുക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം എൻട്രി എടുത്ത പലരും ഉണ്ടാവും. അപ്പോൾ അവരെയും കൂടെ ഒന്ന് ലിക്വിഡേറ്റ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് ട്രാപ്പ് ചെയ്തിട്ടായിരിക്കും മേ ബി മാർക്കറ്റ് മേലേക്ക് പോവുക, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതൊരു വേർട്ടിക്കൽ റിവേഴ്സലാണ്. വേർട്ടിക്കൽ റിവേഴ്സൽ ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടാവാറുണ്ട്. പക്ഷെ സ്റ്റിൽ നല്ലൊരു എൻട്രി എന്ന് പറയുന്നത് വീണ്ടും പ്രൈസ് ഈ സോണിലേക്ക് വരുമ്പോൾ ഇവിടെ എൻട്രി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി ലെവറേജ് ട്രേഡോ അല്ലെങ്കിൽ സ്പോട്ട് ഇനി ബൈ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു സോണിലേക്ക് വീണ്ടും വരും ഇവിടെ റിജക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ എൻട്രി നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സെയിം കേസ് BTCയുടെ കേസും. BTCയുടെ നമ്മൾ പറഞ്ഞ കേസാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത ലെവൽ ഈ ഒരു സോണ് കാര്യങ്ങളാണ്. 85 to 87 ആണ് മൂവ് ആയതാണ്. ഓക്കെ, 83 to 87 ആ ഒരു സോണായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുവരെ എത്തിയില്ല. ഈ ഒരു റേഞ്ച് വരെ 89 വരെ പ്രൈസ് എത്തി. അവിടെ നിന്ന് റിജക്ഷൻ നല്ലപോലെ എടുത്ത് 97 വരെ ഒക്കെ എത്തിയിട്ടുണ്ട്. 8000 പോയിന്റിൻ്റെ മൂവ് BTCയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കറക്റ്റ്ലി എൻട്രി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3000 ലെവലിൽ ഇതേറിയം ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനി മാർക്കറ്റിൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡ്രോപ്പ് കൂടെ വന്നതിന് ശേഷം വീണ്ടും സപ്പോർട്ട് എടുത്ത് പോകാനാണ് ചാൻസ്. അപ്പോൾ നിങ്ങളുടെ ട്രേഡ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ എൻട്രി എടുക്കണം, ഇവിടുന്ന് പ്രൈസ് മേലേക്ക് തന്നെ പോകുന്നുള്ളതാണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടെങ്കിൽ ഇവിടുന്ന് ചെറിയ എൻട്രി മാത്രം എടുക്കുക. നിങ്ങളിപ്പോൾ ഒരു ലോട്ടാണ് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലൊരു 20% മാത്രം എൻട്രി ഇവിടെ എടുക്കുക. കാരണം നിങ്ങൾക്ക് മിസ് ഔട്ട് ചെയ്യുന്ന ഒരു പ്രശ്നം വരില്ല. അപ്പോൾ ഓക്കെ, എനിക്ക് എന്നിട്ട് വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള എൻട്രി 30 50 ആയിട്ട് വീണ്ടും എടുക്കാവുന്നതാണ്, ഓരോ ലെവൽ വൈസ് ആയിട്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ആവറേജ് ആവുകയും ചെയ്യും. പ്രൈസ് മൂവ് ചെയ്ത് തരുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ്സാവുകയില്ല. ഓക്കെ, സെയിം ഇത് തന്നെ ബിറ്റ് കോയിനിലും എടുക്കാവുന്നതാണ്. പിന്നെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ കോയിൻസ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി മുന്നേ പറയുന്ന കോയിൻസ് തന്നെയാണ്. സെയിം സൊലാന, BNB, പിന്നെ കാർഡാനോ അതായത് അഡ എന്ന് പറയും, പിന്നെ ഡോട്ട്, റേ. ഈ കോയിൻസിലാണ് ഞാൻ ഹൈലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള റീസൺ മെയിനായിട്ട് BNB സോളാണ്. കാരണം ഇതിൽ രണ്ടിലും ഞാൻ മുന്നേയും പറയുന്നതാണ്, ഒരു ഹൈ അത്രക്ക് ഇതായിട്ടുള്ള മൂവ് ഇതുവരെ വന്നിട്ടില്ല. ഓൾറെഡി ഇവിടെ BNB നോക്കുകയാണെങ്കിൽ ഈ ഒരു സോൺ അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് എടുത്ത് ആ സോണിൽ തന്നെയാണ് പ്രൈസ് ഇപ്പോഴും ഹോവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു മൂവ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ആൾക്കോയിൻ സീസൺ എന്ന് പറഞ്ഞൊരു സീസൺ ഈ ടൈം ഉണ്ടാവുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഈ ഒരു BNB 1000 റേഞ്ച് 800,000 റേഞ്ചിലേക്ക് പോകാനുള്ള ചാൻസ് ഹൈ ആണ്. നെക്സ്റ്റ് സോളിൻ്റെ കേസും സിമിലർ കേസാണ്. സോൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് കൊടുത്തു. സ്റ്റിൽ മുന്നേ എടുത്ത ഒരു ഹൈൻ്റെ ആ ഒരു ലെവലിൽ റെസിസ്റ്റൻസിൽ പിന്നെ റിജക്ഷൻ എടുത്ത് വീണ്ടും ഈ ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്ത സോണിൽ തന്നെ വന്ന് നിൽക്കുന്നതാണ് കാണുന്നത്, സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നതാണ് കാണുന്നത്. ഇവിടുന്ന് പ്രൈസ് ബുള്ളിഷ് ആവുകയാണെങ്കിൽ ഇതും ബ്രേക്ക് ചെയ്ത് 400-500 ലെവലിലേക്കൊക്കെ പോകാനുള്ള ചാൻസും ഹൈ ആണ്. ഈ പറഞ്ഞതുപോലെ നല്ലൊരു ബുൾ റണ്ണ് നമുക്ക് ഈ ഒരു ടൈമിൽ കിട്ടുകയാണെങ്കിൽ, ഈ ടൈം എന്ന് പറയുമ്പോൾ മേ ബി ആഫ്റ്റർ 20th ആയിരിക്കാം. ബുൾ റൺ എന്ന് പറയുന്ന ടൈമിൽ അത് ഒരു ദിവസം കൊണ്ട് തന്നെ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ അതൊരു 1 month അല്ലെങ്കിൽ 2 month നീണ്ടു നിൽക്കുന്ന സംഭവമായിരിക്കാം. അപ്പോൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിലൊക്കെ നോക്കാം. പിന്നെ അഡ ഓൾറെഡി
നല്ലൊരു മൂവ് എടുത്തു. റീട്രേസ്മെൻറ്റ് സോണിലേക്ക് വന്നതാണ്. ഇവിടെ നമ്മുടെ ഗോൾഡൻ സോണിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് റിജക്ഷൻ എടുത്ത് മേലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. വീണ്ടും 3 എന്നുള്ള പറഞ്ഞ ലെവൽ മുന്നേ ഉള്ള ഹൈ എടുത്ത 3യോ ആ ഒരു ലെവലിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഡോട്ടിൻ്റെ കേസും അതാണ്. ഹൈ പൊട്ടൻഷ്യൽ ഉള്ള സാധാരണ കോയിനാണ് ഡോട്ടൊക്കെ. ഇതൊക്കെ നല്ല യൂട്ടിലിറ്റി കോയിൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനും നല്ലൊരു മൂവ് വരികയാണെങ്കിൽ നല്ല മേലേക്ക് നല്ല ചാൻസ് കാര്യങ്ങളുണ്ട്. അറ്റ്ലീസ്റ്റ് 10 വരെയെങ്കിലും പോകാനുള്ള ചാൻസ് ഹൈയാണ്. റേയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. റേയും സൊലാനോ എക്കോസിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന കോയിനാണ്. അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ കോയിൻസ് വാങ്ങാനും കാര്യങ്ങളൊക്കെ, അതായത് ഈ സൊലാന എക്കോസിസ്റ്റത്തിലുള്ള കുറേ മീം കോയിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങണമെങ്കിൽ റേ ആണ് എക്സ്ചേഞ്ച് ചെയ്യുക മെയിനായിട്ട്. അല്ലെങ്കിൽ റേഡം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണ് മോസ്റ്റ്ലി എക്സ്ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ സോള് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതിനും യൂസ് കേസുള്ള കോയിൻസ് കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ ക്രിപ്റ്റോയിൽ ഞാൻ നോക്കുന്ന കോയിൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. അവാക്സ്, ഇതൊക്കെ ഓൾറെഡി ഞാൻ എൻ്റെ ഡിസ്കോഡ് ചാനലിൽ പറഞ്ഞ കാര്യങ്ങളാണ്. വീണ്ടും പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയാണ്. അവാക്സ്, മാന, സാൻഡ്, പിന്നെ ഇതാ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇതൊക്കെ പൊട്ടൻഷ്യലുള്ള കോയിനാണ്. ഇതൊക്കെ AI റിലേറ്റഡ് ആയിട്ടുള്ള കോയിൻസാണ് ഇതൊക്കെ. ഇതും അത്യാവശ്യം പൊട്ടൻഷ്യലുള്ള നല്ല കോയിൻസാണ്. നോർമൽ മീം കോയിൻസോ കാര്യങ്ങളോ അല്ല. അത്യാവശ്യം ഫണ്ടമെൻറ്റൽസ് ഉള്ള നല്ല ബാക്കപ്പുള്ള, അതിനൊരു നല്ലൊരു പ്രൊജക്റ്റ് കാര്യങ്ങളുള്ള കോയിൻസാണ് ഇതൊക്കെ. യൂട്ടിലിറ്റി കോയിൻസാണ്. ഓക്കെ, സോ ഇതിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതൊക്കെ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഈ ആൾട്ട് സീസൺ വരുന്ന ഒരു ടൈമിൽ. അപ്പോൾ ഇതൊക്കെയാണ് ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. സോ ബിറ്റ് കോയിനിലാണെങ്കിലും ഇതരത്തിലാണെങ്കിലൊക്കെ നല്ലൊരു പ്രോഫിറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ചാനലുണ്ടായവർക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാകും, എനിക്ക് ഷുവറാണ്. കാരണം നമ്മൾ ബിറ്റ് കോയിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 65,000 ഉള്ള ടൈമിൽ മുതൽ ബൈങ്ങിനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് 1,87,000 അടുത്തൊക്കെ റേഞ്ച് പോയി. അവിടുന്ന് സെല്ലിങ് നമ്മൾ പിന്നെ ചാനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെല്ലിങ്ങിൻ്റെ ടൈമിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിലും സെല്ലിങ്ങിന് പറഞ്ഞിട്ടുണ്ട്, ബൈങ്ങിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നല്ല പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഇതുവരെ ക്രിപ്റ്റോയിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്രിപ്റ്റോയിൽ ഫ്യൂച്ചേഴ്സിൽ ഇൻ കേസ് ഉണ്ടായ പ്രോഫിറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് സ്പോട്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക. കാരണം ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ക്രിപ്റ്റോ എന്ന് പറയുന്നത്. കാരണം എല്ലാവരും ക്രിപ്റ്റോ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് നല്ല ഗ്രോത്ത് ഉള്ള നല്ല പൊട്ടൻഷ്യലുള്ള മാർക്കറ്റ് തന്നെയാണ് ക്രിപ്റ്റോ. ഓക്കെ, സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ അതേപോലെ ഷെയർ ചെയ്യാറുണ്ട്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ പറഞ്ഞതുപോലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. കാരണം ഗ്രൂപ്പിൽ കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ മന്ത്ലി കോമ്പറ്റീഷൻസ് കാര്യങ്ങൾസ് വരുന്നുണ്ട് XNS ബ്രോക്കറുമായിട്ട് ഇതായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഗിവ് അവേ കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക, ചാനൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഈ ഒരു ചാനലിലൂടെ നമ്മൾ എൻ്റെ ഗ്രോത്ത് മാത്രമല്ല, പേഴ്സണലി ഞാനൊരു ഫുൾ ടൈം ട്രേഡർ അല്ല, പക്ഷേ ട്രേഡിങ് മെയിനായിട്ട് പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഗ്രോത്തിൽ നിങ്ങളുടെ കൂടെ ഉൾപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാര്യങ്ങളും കൊണ്ടുവരാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.